ഹൈപ്പില്ലാതെ വന്ന 2019 വലിയ ഹിറ്റടിച്ച ചിത്രമായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. സൗഹൃദവും പ്രണയവും കലഹവും ഒത്തുചേർന്നായിരുന്നു ഈ ചിത്രം. അനശ്വര രാജനും വിനീത് ശ്രീനിവാസനും മാത്യു തോമസുമായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഗിരീഷ് ഏടി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലേക്ക് താൻ എങ്ങനെ എത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലേക്ക് ഞാൻ എത്തിയത് ആകസ്മികമായിരുന്നു. ജോമൻ ടി ജോണാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. ഞാൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ ഒരു കഥാപാത്രമുണ്ടെന്നും 10 ദിവസത്തെ ഷൂട്ടുള്ളൂ, വിനീത് വരണമെന്നും പറഞ്ഞു. ജോമോൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. അങ്ങനെയാണ് കഥ കേട്ട് ഇഷ്ടമായി തണ്ണീർമത്തൻ ദിനത്തിലേക്ക് എത്തുന്നത്. സാധാരണയിൽ നിന്നും ഒരു പിടി മുകളിൽ നിൽക്കുന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു ഭയമുണ്ടായിരുന്നു. ഒരു ചെറിയ പടം എന്ന രീതിയിലാണ് റിലീസ് ദിവസം വരെ തണ്ണീർമത്തനെ എല്ലാവരും നോക്കിക്കണ്ടത്. ഷൂട്ട് കാണാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിലെത്തിയപ്പോൾ കൊച്ചു പടം വലിയ പടമായി മാറി. എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി ചിത്രം മാറി. അത്തരമൊരു വിജയത്തിന്റെ ഭാഗമായതിൽ അഭിമാനം തോന്നുന്നു. തണ്ണീർമത്തൻ ഞാനും അച്ഛനും ഒന്നിച്ചാണ് പോയി കണ്ടത്. പക്ഷെ അച്ഛൻ വീട്ടിലെത്തിയിട്ടും സിനിമയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ചോദിക്കാനും പോയില്ല. പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.